അപ്പോൾ അവരും തളർന്നു. അതാണ് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലായി ഈ കുഞ്ഞ് രക്ഷപ്പെടൂല, അതുകൊണ്ട് വിട്ടേക്കൂ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഷിബു ഒക്കെ ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടുന്നത്. ഇപ്പൊ എന്ത് പൈസ ആര് കൊടുത്തു കഴിഞ്ഞാലും ഇതെന്റെ പണ്ടത്തെ ഞാൻ ചെലവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ എടുക്കുന്നത്. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഇവര് കുറച്ച് പൈസ ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. ആ പൈസയാണ് ഇവരിപ്പോൾ ആര് പൈസ കൊടുത്താലും പറയും എനിക്ക് പണ്ട് ഞാൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്ര ലക്ഷം ചെലവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഇതാക്കും. അതുകൊണ്ടാണ് ഇപ്പം ഷിബു വെറുക്കപ്പെട്ടവനായി മാറിയതിന്റെ കാരണം അത് തന്നെയാണ്. ഷിബുവിന് മനസ്സിലായി, തളർന്നു. ഇപ്പോൾ കമ്പനി നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് സഹായിക്കൂ സഹായിക്കൂ എന്ന് പറഞ്ഞ്. എത്ര പേർ അത് ഗൗരവത്തിൽ എടുത്തു എന്നറിയില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയാം, ശ്രീന മാം ടെക്സ്റ്റ് മെസ്സേജ് വന്ന് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ആകെ 4 ലക്ഷം മാത്രമാണ് കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നത്. ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇത് നേരെ ഇതിലൊരു ട്രിക്ക് ഉണ്ട്. ഇങ്ങനെ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഖമായിട്ട് എനിക്ക് കേസ് അവസാനിപ്പിക്കും. എന്നിട്ട് ആ കാരണം തേച്ചും ഈ പൈസ കൊടുക്കാത്ത ആൾക്കാരിൽ ചാർത്തും. എന്നിട്ട് പറയും നിങ്ങൾ പൈസ തന്നിട്ടില്ല, നമ്മുടെ പൈസ ഇല്ല, നമ്മുടെ അക്കൗണ്ടൊക്കെ ഫ്രീസിങ് ആണ്, അതുകൊണ്ട് നിങ്ങൾ പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ, നമ്മൾ എന്തായാലും കുടുങ്ങി, അപ്പോൾ ഇനിയും നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു സംഭവങ്ങൾ അത് ശ്രീനയുടെ വായിൽ നിന്ന് അടുത്ത് തന്നെ നിങ്ങൾ കേൾക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹപ്രവർത്തകരെ, ഹൃദയത്തിൽ തട്ടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലാഭവിഹിതമെങ്കിലും കേവലം 500 രൂപയിൽ ഒതുക്കാതെ ഹൈറിച്ചിൽ നിന്നും നമ്മൾക്ക് കിട്ടിയ ലാഭത്തിൻ്റെ